പോർച്ചുഗലിലെ ലിസ്ബണിൽ 1195 അന്തോണീസ് ജനിച്ചു. ഫെർണാണ്ടോ എന്നാണ് മാമോദിസ പേര്. തൻ്റെ 15-ാമത്തെ വയസ്സിൽ ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. ഒരു അഗസ്റ്റീനിയൻ സന്യാസിനിയ ജീവിതം നയിക്കുന്നതിനിടയിൽ 25-ാം വയസ്സിൽ മൊറോക്കോയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോയ ഫ്രാൻസിസ്കൻ രക്തസാക്ഷിയുടെ വാർത്ത വിശുദ്ധന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഫെർണാണ്ടോ എന്ന പേരിനു പകരം അന്തോണീസ് എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് വിശുദ്ധന്റെ അപേക്ഷ പ്രകാരം സഭാമേലധികാരികൾ അദ്ദേഹത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി മൊറോക്കോയിലേക്ക് അയച്ചു. പക്ഷേ രോഗബാധിതനായതിനെ തുടർന്ന് വിശുദ്ധന് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെയിരിക്കെ 1221 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രസിദ്ധമായ മാർസിലെ സമ്മേളനത്തിൽ വിശുദ്ധൻ പങ്കാളിയായി. ഒരിക്കലൊരു തിരുപ്പട്ട ചടങ്ങിൽ പ്രസംഗിക്കേണ്ട പ്രാസംഗികൻ എത്താത്തതിനാൽ വിശുദ്ധന്റെ മേലധികാരി വിശുദ്ധനോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. അന്തോണീസിന്റെ പ്രസംഗവും പാണ്ഡിത്യവും എല്ലാവരെയും ആകർഷിച്ചു. അതിനാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി അന്തോണീസിനെ ദൈവശാസ്ത്ര അധ്യാപകനായി നിയമിച്ചു. ഒരിക്കൽ അന്തോണീസ് ഒരു പട്ടണത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ പ്രസംഗത്തിൽ താല്പര്യം കാണിച്ചില്ല. അത് മനസ്സിലാക്കി അന്തോണീസ് തൊട്ടടുത്തുള്ള നദിയിലേക്ക് തിരിഞ്ഞ് മത്സ്യങ്ങളോട് വചനം പ്രഘോഷിച്ചു. മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് വചനം സ്വീകരിച്ചു. ഇത് കണ്ടു നിന്നിരുന്ന ജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു. 1231 പാദുവായിലാണ് അന്തോണീസ് പ്രസിദ്ധമായ നോമ്പുകാല പ്രസംഗം നടത്തിയത്. രാത്രി എത്ര വൈകിയാലും അന്തോണീസിനെ ശ്രവിക്കാൻ ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. നിരവധി സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ ശക്തി ക്ഷയിക്കുകയും അങ്ങനെ തൻ്റെ 36-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്തു. 1232 മെയ് 30 പോപ്പ് ഗ്രിഗറി 9 അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജൂൺ 30 തിരുനാൾ കൂടാതെ ഫെബ്രുവരി 18 വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരുനാൾ കൂടി തിരുസഭ ആചരിക്കുന്നു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങൾക്ക് അന്തോണീസ് പുണ്യവാളൻ വഴി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യാള, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.